പായസം എന്ന പേര് എങ്ങനെയാണ് വന്നത്? പായസം എങ്ങനെയാണ് പായസം എന്ന പേര് വന്നത്? പായസം വന്നത് പയസ് അല്ലെങ്കിൽ പാലിൽ ഉണ്ടാക്കിയത് എന്ന വാക്കിൽ നിന്നാണ് പായസം വന്നത്. ഇന്നിപ്പോൾ പാലില്ലാതെയും പായസം ഉണ്ടാക്കാവുന്ന അന്വേഷണത്തിലാണ് നമ്മുടെ ഷെഫുമാർ. പക്ഷേ അതിൻ്റെ പേരിനെ പോലും അപ്രസക്തമാക്കുന്ന യാത്രയിലാണ്. ഇറച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എനിവൺ പ്ലീസ്? നിങ്ങളെല്ലാവരും കഴിക്കുന്നവരല്ലേ? ഇറച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇറച്ചി രണ്ടാണ്, അതിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. ഇപ്പം ദോശ എന്നതിൻ്റെ അർത്ഥം എന്താ? ദോശ. ഞാൻ എല്ലാത്തിൻ്റെ പറയൂ. യെസ്, എന്താണ്? ഡബിൾ സൈഡ്. ഓക്കെ, കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റ്. അതായത് ഓശ എന്നാണ് ദോശയുടെ കറക്റ്റ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ രണ്ട്. ഓശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ഒഴിക്കുന്നത് എന്നുള്ളതാണ്, 2 തവണ മറിക്കുന്നത് എന്നുള്ളതാണ് ദോശയുടെ അർത്ഥം. ഇനി പായസം ഞാൻ പറഞ്ഞു, പയസിൽ എന്താണോ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് പായസം. ഇറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക അല്ലെങ്കിൽ ജീവൻ വെടിയുക എന്നാണ് ഇറ എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മരണമുണ്ടാവുക. ചീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക എന്നാണ്. ഒരേ സമയം മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇറച്ചി. നമ്മളിങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയാൽ പല ഇപ്പം കഞ്ഞി എന്ന് പറയാറുണ്ടല്ലോ. കഞ്ഞി എന്താണ്? കഞ്ഞി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അത് എവിടെ നിന്ന് വന്നതാ? എനിവൺ പ്ലീസ്? കഞ്ഞി, കാഞ്ഞി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കഞ്ഞി ഉത്ഭവിച്ചത്. ഇനി സാമ്പാർ എന്നുള്ള, അതായത് സംഭരിക്കപ്പെടുന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ സംഭരിച്ചുണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് സാമ്പാർ ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ സംസ്കാരങ്ങളും പേരിന് മാത്രമല്ല രൂപപ്പെടുത്തി എടുക്കുന്നതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്ക് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒരേ വാക്ക് തന്നെയാണ്. ദോശ, തമിഴ്നാട്ടിൽ അതിനെ ദോശൈ എന്ന് പറയുമെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും 3 ലാംഗ്വേജിലും ദോശ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കന്നഡ ഹോട്ടലിൽ പോയി ദോശ കഴിക്കാൻ പറ്റുന്നത്, ഒരു തമിഴ് ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് ദോശ കഴിക്കാൻ പറ്റുന്ന, ഒരു മലയാളി ഹോട്ടലിൽ പോയി ദോശ കഴിക്കാൻ പറ്റുന്നതിന് കാരണം ഇതാണ്. ഈ വേർതിരിവുകൾ ഏതാനും വ്യക്തികളോ ഏതാനും സംഘടനകളോ അല്ലെങ്കിൽ ഏതാനും പ്രത്യയശാസ്ത്രങ്ങളോ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അപ്പുറത്ത് ഇവയെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് രുചി എന്നുള്ളത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന്, നിങ്ങൾ ആസാമിൽ നിന്നുള്ള ടീ ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിക്കാനുള്ള ഇട വന്നിട്ടുണ്ടോ? ആസാം ടീ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ആസാം ചായ. ഓക്കെ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ്, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ചായപ്പൊടിയോ തേയിലപ്പൊടിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഒറ്റ തിളപ്പിക്കലിൽ നമ്മൾ ചായ രുചിച്ച് അത് കളയും. യഥാർത്ഥത്തിൽ ആസാം ടീ അല്ലെങ്കിൽ ഊലോങ് ടീ എന്നാണ് അതിൻ്റെ കറക്റ്റുള്ള പേര്. ഊലോങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ, മലമ്പ്രദേശത്തെ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ വളരുന്ന ഒരു ടീ ആണിത്. ഈ ഊലോങ് ടീക്ക് 7 തിളപ്പിക്കലുകളുണ്ട്. 7ാമത്തെ തിളപ്പിക്കലിൽ അതിൻ്റെ മണം എന്തിൻ്റെ മണമാണെന്നറിയാമോ? ക്യാൻ യു ഗസ്? വാനിലയുടെ മണമാണ്. നമ്മൾ സാധാരണഗതിയിൽ 1ാമത്തെ തിളപ്പിച്ച ആറ്റിക്കലിൽ നമ്മൾ ചായ കുടിച്ച് കഴിയും. 2, 3, 4, 5, 6, 7 വരെ തിളപ്പിച്ചാറ്റലുകളിലാണ് ആസാം ടീ അതിൻ്റെ എസൻസ് കണ്ടെത്തുന്നത്. ഇതേപോലെയാണ് നമ്മുടെ രുചികൾ.